നമസ്കാരം. ഞാൻ പത്മപ്രസാദ്, മലപ്പുറം ജില്ലയിലെ പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനാണ്. ആദ്യമായി 2017 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വിജയാശംസകൾ. പൊതുവെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഗണിതം വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ്. ഏത് സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചാലും പ്രയാസമുള്ള വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം അവർ എടുത്തു പറയുന്ന പേര് ഗണിതമായിരിക്കും. ഒരുപക്ഷെ ഇതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഗണിത പരീക്ഷ എങ്ങനെ നന്നായി എഴുതാം, പരീക്ഷയെ കുറച്ചുകൂടെ ആശ്വാസത്തോടുകൂടി എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറിക്കഴിഞ്ഞ് ബെല്ലടിച്ച് മെയിൻ ഷീറ്റിൽ എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യപേപ്പർ കിട്ടുന്നു. ചോദ്യപേപ്പർ കിട്ടിയാൽ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയം. ആ സമയം നിങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുകയും പരീക്ഷ എങ്ങനെ എഴുതണമെന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്താൽ പകുതി ആശ്വാസമാകും. ഈ 15 മിനിറ്റ് സമയം കൊണ്ട് ഓരോ ചോദ്യവും വ്യക്തമായി അക്ഷരം വിടാതെ വായിക്കുകയും വേണം. പിന്നീട് ചെയ്യേണ്ടത് ചോദ്യങ്ങളെ 3 തരംതിരിക്കുക. 3 തരം എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ മിക്കവാറും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായി ഉത്തരം എഴുതാൻ പറ്റും എന്ന് ഉറപ്പുള്ളവയായിരിക്കും. അത്തരം ചോദ്യങ്ങളുടെ നമ്പറിന് നേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശരി അടയാളം ഇട്ടുവെക്കാം. മറ്റു ചില ചോദ്യങ്ങളാകട്ടെ ഒരുപക്ഷെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ ചെയ്തത് ഓർമ്മയുണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചോദ്യ ബാങ്കുകളിലോ മറ്റു പുസ്തകങ്ങളിലോ നിങ്ങൾ കണ്ട് പരിചയിച്ച തരത്തിലുള്ളതായിരിക്കാം. ചെയ്തു നോക്കിയാൽ ഉത്തരം കിട്ടും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള ചോദ്യങ്ങളായിരിക്കും. അത്തരം ചോദ്യങ്ങളുടെ നേരെ നിങ്ങൾക്ക് മറ്റൊരു അടയാളം ഇട്ടുവെക്കാം. വേറെ ചില ചോദ്യങ്ങൾ, 1-2 ചോദ്യങ്ങൾ ഒരുപക്ഷെ തീർത്തും അപരിചിതമായി തോന്നിയേക്കാം. അത്തരം ചോദ്യങ്ങളുടെ നേരെ മറ്റൊരു അടയാളവും ഇട്ടുവെക്കാം. ഇങ്ങനെ ചോദ്യങ്ങളെ 3 തരംതിരിക്കുകയും ഏത് ചോദ്യങ്ങൾ ആദ്യം എഴുതണം എന്ന് പ്ലാൻ ചെയ്യുകയും വേണം ആദ്യത്തെ 15 മിനിറ്റിൽ. ബെല്ലടിച്ച് പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അടയാളപ്പെടുത്തിയ ചോദ്യങ്ങളാണ് ആദ്യം എഴുതേണ്ടത്. അതും കൂടിയ മാർക്കിന്റെ ചോദ്യങ്ങൾ ആദ്യം എഴുതുകയാണ് നല്ലത്. അഥവാ സമയം തികയാതെ ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നാൽ പോലും അതൊരു 5 മാർക്കിന്റെ ചോദ്യം നഷ്ടപ്പെടാതെ 2 മാർക്കിന്റെ ആവട്ടെ. ആദ്യത്തെ ഗ്രൂപ്പിലെ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിലെ ചോദ്യങ്ങളിലേക്ക് കയറാം. ചെയ്താൽ ഉത്തരം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ പൂർണ്ണമായി ഉത്തരം എത്താൻ പറ്റിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ കാര്യം ആലോചിച്ച് പരീക്ഷാ ഹാളിൽ ഇരുന്ന് വിയർക്കേണ്ട. ആ ചോദ്യത്തെ അവിടെ നിർത്തുക. ഒരു കാരണവശാലും 100% തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും ആ ഉത്തരം നിങ്ങൾ വെട്ടിക്കളയരുത്. നിങ്ങൾ 100% തെറ്റാണ് എന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യത്തിലും ഒരു പക്ഷേ ശരിയുടെ ഒരു അംശം ഉണ്ടാവാം. ആ അംശത്തിൽ നിങ്ങൾക്ക് 1-2 മാർക്കുകൾ ലഭിച്ചേക്കാം. അതുകൊണ്ട് ഒരു ചോദ്യം പൂർണ്ണമായി ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇതിനേക്കാൾ മികച്ച ഒരു ഉത്തരം എഴുതുന്നത് വരെ നിങ്ങൾ അത് വെട്ടിക്കളയരുത്. മാത്രവുമല്ല, കിട്ടാത്ത ചോദ്യത്തിന്റെ മുകളിൽ വീണ്ടും വീണ്ടും സമയം ചെലവാക്കരുത്. ഒരു ചോദ്യം പൂർണ്ണമായി ഉത്തരത്തിലെത്താൻ പറ്റിയില്ലെങ്കിൽ അത് എഴുതിയതുപോലെ അവിടെ നിർത്തുക, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ 3ാമത്തെ ഗ്രൂപ്പിലേക്ക് കടക്കാം. ഒരു പക്ഷേ തീർത്തും അപരിചിതമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാലും ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ അധ്യാപകർ പഠിപ്പിച്ച ഗണിത ആശയങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവയും. ചോദ്യങ്ങളുടെ വാചക ഘടന കൊണ്ടോ അതിൽ വിശദീകരിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുടെ പ്രത്യേകത കൊണ്ടോ നമ്മൾക്ക് അപരിചിതമായി തോന്നുന്നതാണ് ഈ ചോദ്യങ്ങൾ. എന്തായാലും അത്തരം ചോദ്യങ്ങളെയും ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. ആ ചോദ്യത്തിൽ തന്നിട്ടുള്ള വിവരങ്ങൾ എടുത്തെഴുതണം. ആ വിവരങ്ങളെ വിശകലനം ചെയ്യാൻ പറ്റുന്നിടത്തോളം വിശകലനം ചെയ്യണം. ഭാഗികമായെങ്കിലും ആ ചോദ്യങ്ങളുടെ ഉത്തരം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തു വെക്കണം. ഇത്രയും കാര്യങ്ങൾ, ഈ 3 തരത്തിലുള്ള ചോദ്യങ്ങൾ തിരിച്ചു വെക്കുക, ഏത് ചോദ്യങ്ങൾ ഏത് ക്രമത്തിൽ ഉത്തരം എഴുതുന്നു എന്ന് ആലോചിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ആദ്യത്തെ 15 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റ് ഒരു കാര്യം, ജ്യാമിതിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഉചിതമായ ചിത്രങ്ങൾ ആൻസർ പേപ്പറിൽ വരയ്ക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവുന്ന സന്ദർഭം നമുക്കൊന്ന് നോക്കാം. ഒരു വൃത്തത്തിന്റെ ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് അതിലെ മറുചാപത്തിലെ കോണിന്റെ അളവ്. ഇവിടെ 80 ഡിഗ്രി ആണെങ്കിൽ മറുചാപത്തിലെ കോണിന്റെ അളവ് 40 ഡിഗ്രിയാണ് എന്ന് നിങ്ങൾ എല്ലാവരും പഠിച്ച ചെറിയ ഒരു ഗണിത ആശയമാണ്. ഒരു പക്ഷേ ഈ ചോദ്യം നേരിട്ട് ഇങ്ങനെ ചോദിച്ചാൽ വളരെ ലളിതമായി പോവും എന്നുള്ളത് കൊണ്ട് ചോദ്യകർത്താവ് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഈ ചോദ്യത്തിൽ മറ്റ് ചില വരകൾ കൂടി വരച്ചു ചേർത്ത് ഈ ചോദ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു തരത്തിലേക്ക് ഉയർത്തിയേക്കാം. അങ്ങനെ ഉയർത്തിയാലും ഈ ചോദ്യത്തിലെ ചിത്രത്തിലെ മറ്റു കോണുകളുടെ അളവുകൾ കണ്ടെത്താനുള്ള ഒരു ചോദ്യത്തിന് ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ എഴുതേണ്ടി വരും. ഈ സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ നിങ്ങൾ ആൻസർ പേപ്പറിൽ മതിയായ വലിപ്പത്തിൽ വൃത്തിയായി ചിത്രം വരച്ച് കണ്ടുപിടിക്കുന്ന ഓരോ അളവുകളും ആ ചിത്രത്തിൽ എഴുതുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റെപ്പുകൾ എഴുതുന്നതിന് ഒരുപാട് സഹായിക്കും, മാർക്ക് ലഭിക്കുന്നതിന് കൂടുതൽ സഹായകരമാകും. അപ്പോൾ ജ്യാമിതിയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളിലും കഴിവതും എല്ലാ ചോദ്യങ്ങളിലും നിങ്ങൾ മതിയായ വലിപ്പത്തിൽ വൃത്തിയായി ഒരു ഏകദേശ ചിത്രം ആൻസർ പേപ്പറിൽ വരയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം, ചോദ്യപേപ്പറിൽ ചില ചോദ്യങ്ങൾ ഒരുപാട് വലിപ്പമുള്ളവയായി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു ചോദ്യം എടുത്താൽ 300 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഒരു സമ്മേളനത്തിനെത്തിയ ഗണിതശാസ്ത്രജ്ഞൻ തന്റെ പ്രസംഗത്തിനിടെ ഇങ്ങനെ പറഞ്ഞു: എന്റെ യാത്രയുടെ വേഗം മണിക്കൂറിൽ 10 കിലോമീറ്റർ കൂട്ടിയിരുന്നുവെങ്കിൽ ഞാൻ 1 മണിക്കൂർ നേരത്തെ എത്തുമായിരുന്നു. ഇത്തരം കൃത്രിമമായ പ്രായോഗിക സന്ദർഭങ്ങൾ ഉൾക്കൊള്ളിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ചോദ്യകർത്താക്കൾ അത്തരം പ്രായോഗിക കൃത്രിമമായ സന്ദർഭങ്ങൾ ഉൾപ്പെടുത്താനുള്ള കാരണം ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ് എന്നതാണ്. അപ്പോൾ വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ അവയെ ലാഘവ ബുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി സമീപിക്കുക. നല്ല കഴമ്പുള്ള ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും ഒരൊറ്റ വാചകത്തിലുള്ള ചോദ്യമായി. ഈ വർഷം മോഡൽ പരീക്ഷയ്ക്ക് വന്ന ഒരു അതിസംഖ്യയുടെ 1 കൂട്ടിയപ്പോൾ അതിന്റെ വർഗം കിട്ടുമെങ്കിൽ ആ സംഖ്യ ഏതാണ് എന്നതുപോലുള്ള വളരെ വളരെ ചെറിയ ചോദ്യങ്ങളായിരിക്കും പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നത്. വലിയ ചോദ്യങ്ങൾ മിക്കവാറും വളരെ ലളിതമായിരിക്കും. നമുക്ക് ആ ഗണിതശാസ്ത്രജ്ഞന്റെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ഗണിതശാസ്ത്രജ്ഞന്റെ ചോദ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങൾ ദൂരം, വേഗത, സമയം എന്നിവ മാത്രമാണ്. ദൂരവും വേഗതയും സമയവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദൂരം സമം വേഗത ഇൻറ്റു സമയം. ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് ദൂരം 300 എന്ന ചോദ്യത്തിൽ തന്നെ 300 കിലോമീറ്റർ എന്ന ചോദ്യത്തിൽ ഉറപ്പിച്ചതുകൊണ്ട് ഗുണിച്ചാൽ 300 കിട്ടുന്ന 2 സംഖ്യകൾ മാത്രമാണ്. ചോദ്യത്തിലെ മറ്റൊരു സൂചനയായ വേഗത 10 വർദ്ധിക്കുമ്പോൾ സമയം 1 കുറയുന്നു എന്ന പ്രത്യേകത ഉൾപ്പെടുന്ന 2 ജോഡി സംഖ്യകളായിരിക്കണം. ആ സംഖ്യകളുടെ ഗുണനഫലം 300 ആയിരിക്കണം. ഒരല്പം യുക്തിപൂർവം ചിന്തിച്ചാൽ 60 ഇൻറ്റു 5 300 ആണ്. അതുപോലെ 50 ഇൻറ്റു 6 300 ആണ്. അപ്പോൾ 50 കിലോമീറ്റർ വേഗത എന്നുള്ളത് 60 കിലോമീറ്റർ ആക്കി ഉയർത്തുമ്പോൾ 6 മണിക്കൂർ എന്ന സമയം 5 മണിക്കൂറായി കുറയും. ഇത്രയും ലളിതമായ ഒരു ഗണിത ആശയമായിരുന്നു രണ്ടാംകൃതി സമവാക്യം ഉപയോഗിച്ച് നമ്മൾ പരിഹരിച്ചു. ചോദ്യപേപ്പറിലെ ഇതുപോലുള്ള പ്രായോഗിക സന്ദർഭങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മിക്കവാറും ചോദ്യങ്ങളെല്ലാം ലളിതമാണ്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ വായിക്കുമ്പോൾ അവയെ വളരെ സന്തോഷത്തോടു കൂടി സമീപിക്കുക. ഒരു പക്ഷേ ആ ചോദ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സന്ദർഭം നമുക്ക് ഉൾക്കൊള്ളുവാൻ 2 or 3 ആവൃത്തി അത് വായിക്കേണ്ടതായി വരും. മറ്റൊരു കാര്യം, പൊതുവെ ഗണിതത്തെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് സൂത്രവാക്യങ്ങൾ എഴുതുക, സൂത്രവാക്യങ്ങളിൽ വിലകൾ ആരോപിക്കുക, കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ തുടങ്ങിയിട്ടുള്ള സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം തുടങ്ങിയിട്ടുള്ള കുറെ ഗണിത ക്രിയകളിലൂടെ ഒരു സംഖ്യ കിട്ടുക. ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. ഗണിതത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത്, ഗണിത വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും പ്രായോഗികതയ്ക്കുമാണ്. സാമാന്യ ബുദ്ധി, യുക്തി, പ്രായോഗികത. സൂത്രവാക്യത്തിന് അമിത പ്രാധാന്യം നൽകാതിരിക്കുക. സൂത്രവാക്യങ്ങൾ സമാന്തര ശ്രേണിയിലെ ലളിതമായ ചില ചോദ്യങ്ങൾ പോലും പല കുട്ടികളും സൂത്രവാക്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകി അവസാനം തെറ്റുത്തരത്തിൽ എത്തുന്നതായി കാണുന്നുണ്ട്.
അപ്പോൾ സൂത്രവാക്യങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. സൂത്രവാക്യങ്ങളെക്കാൾ പ്രാധാന്യം പ്രായോഗികതയ്ക്കും സാമാന്യ യുക്തിക്കും കൊടുക്കുക. മറ്റൊരു കാര്യം, ഈ മോഡൽ പരീക്ഷയോടുകൂടി നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ചോദ്യപേപ്പറിന്റെ ഘടനയിലുള്ള ഒരു വ്യത്യാസമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും എ, ബി, സി എന്നീ ഉപചോദ്യങ്ങളും. ഈ ഉപചോദ്യങ്ങളുടെ ഉദ്ദേശം എ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്നതോടുകൂടി ബി എന്ന ചോദ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ബി എന്ന ചോദ്യത്തിന്റെ ഉത്തരം എയും ബിയും കണ്ടെത്തുന്നതോടുകൂടെ അടുത്ത ഘട്ടമായ സിയുടെ ഉത്തരം കണ്ടെത്താൻ അത് നമ്മളെ ഒരുപാട് സഹായിക്കും. ഒരു പക്ഷേ ഈ 3 ഉത്തരങ്ങളും ചെയ്യുമ്പോൾ ഡി എന്ന ഉപചോദ്യത്തിന്റെ ഉത്തരം 3/4 ഭാഗവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കും. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മോഡൽ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചോദ്യമാണ് 9ാമത്തെ ചോദ്യം, മധ്യമ ഉയരം കണ്ടുപിടിക്കാനുള്ളത്. ആ പട്ടികയിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ആദ്യത്തെ ഉപചോദ്യം, എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ് മധ്യമ ഉയരമായി വരേണ്ടത്? ആകെ 41 കുട്ടികൾ ഉള്ളത് കൊണ്ട് മധ്യമ സ്ഥാനത്ത് വരുന്ന കുട്ടിയുടെ സ്ഥാനം 41 + 1ന്റെ പകുതി 42ന്റെ പകുതി 21 ആണ്. അപ്പോൾ ഈ 1ാമത്തെ ഭാഗം ഉത്തരം എഴുതുന്നതോടുകൂടെ ഒരു കാര്യം ഉറപ്പായി, 21ാമത്തെ കുട്ടിയുടെ ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഏത് വിഭാഗത്തിലാണ് ഈ കുട്ടിയുടെ ഉയരം വരുന്നത് എന്നാണ്. ഓരോ വിഭാഗത്തിലെയും ഉള്ള കുട്ടികളുടെ എണ്ണം ശ്രദ്ധിച്ചു നോക്കിയാൽ അത് 145നും 150നും ഇടയ്ക്കാണ് എന്ന് കാണാൻ പറ്റും. 3ാമത്തെ ചോദ്യം, ക്ലാസ് റൂമിൽ ഈ മധ്യമം ടീച്ചർ അവതരിപ്പിച്ചപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എങ്ങനെയാണോ അവതരിപ്പിച്ചത് ആ കാര്യം നിങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. മധ്യമ ഉയരം കണ്ടുപിടിക്കാൻ എന്തെല്ലാം സങ്കല്പങ്ങളാണ് ഉപയോഗിക്കുന്നത്? 145നും 150നും ഇടയ്ക്കുള്ള കുട്ടികളെ 10 കുട്ടികൾ ഉണ്ടെങ്കിൽ 145 മുതൽ 150 വരെയുള്ള ആ അകലത്തെ 10 തുല്യ ഭാഗങ്ങളാക്കുകയും ആ ഓരോ വിഭാഗത്തിലെയും ചെറുവിഭാഗത്തിന്റെയും മധ്യത്തിൽ ഓരോ കുട്ടിയും ഉണ്ട് എന്ന് സങ്കല്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ 145 ആകെ 5 145 മുതൽ 145 5/10 വരെ ആദ്യത്തെ വിഭാഗം, 145 5/10 മുതൽ 145 10/10 അഥവാ 146 വരെ അടുത്ത വിഭാഗം. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളിലായിട്ട് ഓരോ കുട്ടിയുടെ ഉയരം ഉണ്ട് എന്നാണ് സങ്കല്പം. ആ സങ്കല്പം അനുസരിച്ച് ഈ വിഭാഗത്തിലെ കുട്ടിയുടെ ഉയരം 145നും 145 5/10നും ഇടയ്ക്കായിരിക്കും. അപ്പൊ 5/10 എന്നുള്ളത് 10/20 എന്ന് കണ്ടാൽ 145 5/20 ആണെന്ന് കാണാം. ഇനിയുള്ള ഓരോ കുട്ടിയുടെയും ഉയരം 5/10 വീതം കൂടിക്കൂടി പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള വിഭാഗത്തിൽ എത്ര കുട്ടികൾ കഴിഞ്ഞുപോയി എന്നും 21ാമത്തെ കുട്ടിയിലേക്ക് എത്താൻ ഇനി എത്ര 5/20 കൂടണം എന്നും മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഉപചോദ്യങ്ങൾ അതാത് ക്രമത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആ ഓരോ ഉപചോദ്യവും നിങ്ങളെ അവസാന ഉത്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഉള്ളതാണ്. മറ്റൊരു രസകരമായ ചോദ്യം നോക്കിയാൽ 2-3 വർഷം മുമ്പ് SSLC പരീക്ഷയ്ക്ക് വന്ന ഇതുപോലൊരു ചോദ്യമായിരുന്നു. ഒരു വൃത്തത്തിന്റെ കേന്ദ്രമാണ് O, AB വൃത്തത്തിലെ ഞാണാണ്, OP കേന്ദ്രത്തിൽ നിന്ന് ആ ഞാണിലേക്ക് വരച്ചിരിക്കുന്ന വരയാണ്, OPയുടെ നീളം 3 സെന്റിമീറ്റർ, APയുടെ നീളം 4 സെന്റിമീറ്റർ, PBയുടെ നീളം 9 സെന്റിമീറ്റർ എങ്കിൽ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരുന്നു. ഈ ചോദ്യം എങ്ങനെ ഉണ്ടായി എന്നറിഞ്ഞാൽ ഈ ചോദ്യത്തെ സമീപിക്കാൻ എളുപ്പമായി. നമ്മൾ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഗണിത ആശയത്തിന്റെ അപൂർണമായ രൂപമായി ഈ ചിത്രത്തിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ ചിത്രത്തിലെ OP എന്ന വര ഇങ്ങനെ നീട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള PA × PB = PC × PD എന്ന ചോദ്യത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ആശയത്തിലേക്ക് എത്തും. ഇനി ഈ വൃത്തത്തിന്റെ ആരം R ആണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ PA = 4, PB = 9, PC OC വൃത്തത്തിന്റെ ആരമാണ്, OP 3 ആണ്, അതുകൊണ്ട് PC R - 3, PC = R - 3,
PD സമം R+3. അങ്ങനെയാണെങ്കിൽ PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD എന്ന ആശയം ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 4 ഇൻറ്റു 9 സമം R+3 ഇൻറ്റു R-3 എന്ന ബന്ധം ഉപയോഗിച്ച് വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ വൃത്തങ്ങൾ, തൊടുവരകൾ പോലുള്ള ചാപ്റ്ററുകളിൽ ചോദ്യകർത്താക്കൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഗണിത ആശയങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിൽ കൂടുതൽ വരകൾ വരച്ചു ചേർത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ചില വരകൾ മായ്ച്ച് കളഞ്ഞിട്ടോ ആണ്. അപ്പൊ നമ്മൾ ഒരു ചിത്രം കാണുമ്പോൾ ഞാൻ പഠിച്ച ഏത് ഗണിത ആശയവുമായി ഈ ചിത്രത്തിന് സാമ്യമുണ്ട് എന്ന് നോക്കുക, ആവശ്യമായ വരകൾ വരയ്ക്കുക. ആവശ്യത്തിൽ കൂടുതൽ വരകൾ ഉണ്ടെങ്കിൽ ആ വരകളെ താൽക്കാലികമായി കാണാതിരിക്കുക. അങ്ങനെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഒരുപാട് തരം ചോദ്യങ്ങൾ ഉള്ളതായി കാണാം. ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ, ഒരു ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ, പരിവൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാൻ, ദൂരവും ഉയരവും അകലവും കണ്ടുപിടിക്കാൻ, ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷെ ഈ ചോദ്യങ്ങളെ നമ്മളൊന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ ആകെ ഒരു കാര്യം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു മട്ടത്രികോണത്തിന്റെ ഒരു ന്യൂനകോണും ഒരു വശവും തന്നാൽ ബാക്കി വശങ്ങൾ കണക്കാക്കുന്ന ലളിതമായ ഒരു ആശയം മാത്രമാണ് ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ ഉള്ളത്. ഈ ഒരു ചിത്രത്തെ നമുക്ക് ഒരുപാട് പ്രായോഗിക സന്ദർഭങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു പക്ഷേ ഈ ചിത്രത്തിലെ AB എന്ന വരയെ ഒരു ഇലക്ട്രിക് പോസ്റ്റായോ ഒരു മതിലായോ ഒരു മരമായോ ഒരു കുന്നായോ ഒക്കെ സങ്കല്പിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യം ഇതേ ചിത്രം തന്നെ ഒരു 8 or 10 വ്യത്യസ്ത ചോദ്യങ്ങളായി നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. മറ്റൊരവസരത്തിൽ ABC എന്ന ത്രികോണത്തിന്റെ പരിവൃത്തം സങ്കല്പിച്ചാൽ AC പരിവൃത്തത്തിന്റെ വ്യാസമായിരിക്കും. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായതുകൊണ്ട് AC പരിവൃത്തത്തിന്റെ വ്യാസമായിരിക്കും. ഒരു പക്ഷേ ഇതേ ചോദ്യം നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഈ ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്ത വ്യാസം എന്താണ്? ഇതേ ആശയം വൃത്തങ്ങൾ എന്ന പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ് എന്ന പ്രത്യേകത കൂടി അപ്ലൈ ചെയ്താൽ ഇതേ പരിവൃത്തം തന്നെ BEC എന്ന ത്രികോണത്തിന്റെയും പരിവൃത്തമാണ്. അപ്പൊ ചോദ്യം, ഒരു കോൺ 20 ഡിഗ്രിയും അതിന്റെ എതിർവശം 4 സെന്റിമീറ്ററുമായ ത്രികോണത്തിന്റെ പരിവൃത്ത വ്യാസം എന്താണ് എന്നായിരിക്കും. ഈ ഏത് ചോദ്യം വന്നാലും നമ്മളുടെ ഉത്തരം എഴുതാനുള്ള ക്രമം ഒന്ന് തന്നെയായിരിക്കും. ഇനി ഒരു പക്ഷേ വലിയ ഒരു ത്രികോണത്തെ, വലിയ ഒരു മട്ടത്രികോണമല്ലാത്ത ഒരു സാധാരണ ത്രികോണത്തെ 2 മട്ടത്രികോണമാക്കി ഭാഗിച്ചുകൊണ്ട് ഉള്ള ചില ചോദ്യങ്ങളും ഉണ്ടാവാം. ഇതിൽ ഒരു അളവ് തന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ മട്ടത്രികോണം ഉപയോഗിച്ച് A എന്ന വശത്തിന്റെ നീളവും B എന്ന വശത്തിന്റെ നീളവും കണക്ക് കൂട്ടാൻ കഴിയും. രണ്ടാമത്തെ മട്ടത്രികോണം ഉപയോഗിച്ച് സിയും ഡിയും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയും. ഈ ചിത്രം ഒരുപാട് പ്രായോഗിക ചോദ്യങ്ങളിൽ നിങ്ങൾ കണ്ടു പരിചയിച്ചതാണ്. ഒരു ടെലിഫോൺ ടവറിന്റെ ഇരുഭാഗത്തു നിന്നും കുട്ടികൾ വ്യത്യസ്ത മേൽക്കോണുകളിൽ ഈ ടെലിഫോൺ ടവറിനെ കാണുന്ന തരത്തിലുള്ള ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ 2 ഭാഗത്തേക്കും സ്റ്റേ വയറുകൾ കൊണ്ട് വലിച്ചു കെട്ടിയ ചോദ്യമായിട്ടോ ഒക്കെ വരാം. മറ്റൊരവസരത്തിൽ ഈ വലിയ ത്രികോണത്തിന്റെ ABC എന്ന വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനും ഇതേ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കാം. A+C വലിയ ത്രികോണത്തിന്റെ പാദവും H അതിന്റെ ഉയരവുമാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനും ഇതേ പ്രയാസം മാത്രമാണ് ഉള്ളത്. ഈ ചിത്രം തന്നെ ഒരല്പം ഒന്ന് മാറ്റിയാൽ, ഈ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോകുന്ന ABD എന്ന ത്രികോണം മറുവശത്തേക്കാണ് വരച്ചിരുന്നത് എങ്കിൽ ചിത്രം ഒരല്പം വ്യത്യാസപ്പെടും. ഇങ്ങനെയായി മാറും.
ഇത്തരത്തിലുള്ള ചിത്രം വരയ്ക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, പുഴക്കരയിൽ നിൽക്കുന്ന കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന മരത്തെ കാണുന്ന ചോദ്യമായാലും, ഇത്തവണ മോഡൽ പരീക്ഷയ്ക്ക് വന്ന കെട്ടിടം 2 സ്ഥാനങ്ങളിൽ നിന്ന് കെട്ടിടങ്ങളെ വ്യത്യസ്ത മേൽക്കോണിൽ കാണുന്ന ചോദ്യങ്ങളായാലും ഒക്കെ ഇതേ ചിത്രമാണ് വരുന്നത്. ചിത്രത്തിൽ മാറ്റം വന്നിരുന്നാലും ചെയ്യുന്ന ക്രമത്തിലോ ഉത്തരം കണ്ടുപിടിക്കേണ്ട ലോജിക്കിലോ യുക്തിയിലോ ഒന്നും മാറ്റം വരുന്നില്ല. ഈ ചിത്രം ഒന്ന് തിരിച്ചു നോക്കാം. ഒരു 90 ഡിഗ്രി കോണിൽ നമുക്ക് ചിത്രത്തെ മൊത്തമായി ഒന്ന് കറക്കി നോക്കാം. ഇങ്ങനെയൊരു ചിത്രമായിരിക്കും. ഒരുപക്ഷെ ഇവിടെയായിരിക്കും A ഡിഗ്രി, ഇത് B ഡിഗ്രി എന്നൊക്കെ തന്നിട്ടായിരിക്കും. ചിത്രം മാറിയിട്ടില്ല, പക്ഷെ ചോദ്യത്തിൻ്റെ സന്ദർഭം മാറി. ഒരുപക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ള പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഗോപുരത്തിൻ്റെ മുകളറ്റം ആദ്യം 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു, പിന്നീട് 10 മീറ്റർ കൂടി ഉയർത്തി പണി പൂർത്തിയാക്കിയപ്പോൾ അത് 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു എന്ന ചോദ്യത്തിൻ്റെ ചിത്രമായിരിക്കും ഇത്. ചോദ്യം ഏതായാലും ത്രികോണമിതിയിൽ കാര്യം ഒന്നേ ഉള്ളൂ. മട്ടത്രികോണങ്ങൾ തിരിച്ചറിയുക, ആ മട്ടത്രികോണത്തിൻ്റെ ന്യൂനകോണും ഒരു വശവും ഉപയോഗിച്ച് മറ്റു വശങ്ങളുടെ നീളങ്ങൾ കണ്ടെത്തുക. ത്രികോണമിതിയിലെ ഏത് ചോദ്യം വന്നാലും അപ്പോൾ നമുക്ക് ഈ ആശയം ഉപയോഗിച്ച് വളരെ സമാധാനത്തോടു കൂടി ആ ചോദ്യങ്ങളെ സമീപിക്കാം. പുതിയ ചോദ്യപേപ്പറിൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ജ്യാമിതിയും ബീജഗണിതവും. ജ്യാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിൽ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മൾ. വരയുടെ സമവാക്യം എഴുതാനും, വരയുടെ ചെരിവ് കണക്കാക്കാനും, സാമാന്തരികത്തിൻ്റെ 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനും, ഒരു വരയുടെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതാൻ, ഒരു വരയെ തന്നിരിക്കുന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതാൻ, ഇങ്ങനെ പലതും. ഒരു രസകരമായ ഒരു ഉദാഹരണം മാത്രം നോക്കാം. ഒരു ചതുർഭുജത്തിൻ്റെ 4 ശീർഷങ്ങളുടെ സൂചക സംഖ്യകൾ തന്നിട്ട് അതൊരു സാമാന്തരികമാണോ എന്ന് പരിശോധിക്കാൻ എത്ര വ്യത്യസ്തമായ മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. അപ്പോൾ അകലം കണ്ടുപിടിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് അകലങ്ങൾ വെച്ചുകൊണ്ട് ഇത് സാമാന്തരികമാണോ എന്ന് തീരുമാനിക്കും. സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരമാണ്. അപ്പോൾ എതിർവശങ്ങളുടെ ചെരിവുകൾ തുല്യമാണോ എന്ന് പരിശോധിച്ച് അത് സാമാന്തരികമാണോ എന്ന് തീരുമാനിക്കാം. മാത്രവുമല്ല, സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു. സാമാന്തരികത്തിന് A, B, C, D എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദു P ആണ് എങ്കിൽ P AC-യുടെയും BD-യുടെയും പൊതുവായ മധ്യബിന്ദുവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ P-യുടെ സൂചക സംഖ്യകൾ A+E/2, B+F/2. AC എന്ന വികരണം പരിഗണിക്കുമ്പോൾ A+E/2, B+F/2. BD എന്ന വികരണമാണ് പരിഗണിക്കുന്നതെങ്കിൽ കിട്ടുന്നത് C+G/2, D+H/2. ഈ 2 വികരണങ്ങളുടെയും മധ്യബിന്ദു 1 ആണെങ്കിൽ, ഒരേ ബിന്ദുവായി കിട്ടുകയാണെങ്കിലും അത് സാമാന്തരികമാണ്. 3 മാർക്കിൻ്റെയോ ഒരു ചോദ്യം വരുമ്പോൾ ഈ ആശയം ഓർമ്മയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ക്ലാസ് റൂമിൽ അധ്യാപകർ ചില നിവൃത്തി ഇല്ലാത്ത ഘട്ടങ്ങളിൽ അവതരിപ്പിച്ചു പോയ ചില സൂത്രവാക്യങ്ങളുടെ പുറകെ പോകുന്നതിന് പകരം കാര്യം മനസ്സിലാക്കി യുക്തിഭദ്രമായി ചിന്തിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ഉത്തരം എഴുതാൻ കഴിയും. ചോദ്യപേപ്പർ വായിക്കുമ്പോൾ ഒരു ചോദ്യം എത്ര അപരിചിതമായാലും ഉറപ്പിക്കുക അത് നിങ്ങളുടെ ക്ലാസ്സിൽ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഗണിത ആശയങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ളവയാണ്. അതുകൊണ്ട് വളരെ സമാധാനപരമായി ചോദ്യങ്ങളെ സമീപിക്കുകയും ആത്മാർത്ഥതയോടും ആത്മവിശ്വാസത്തോടും കൂടി വിശകലനം ചെയ്യുകയും യുക്തിഭദ്രമായി ചിന്തിക്കുകയും ചെയ്താൽ ഗണിത പരീക്ഷയ്ക്ക് നന്നായി തിളങ്ങാൻ കഴിയും. എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.